ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ പലോലിയം ബീച്ചിലെത്തി കേട്ടോ. നടന്ന് റൂമിന് നോക്കി നടന്ന് ഒരു പരുവമായി. ലാസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു കോട്ടേജ് കിട്ടി. അവിടെ വന്നിട്ടുണ്ട്. നേരെ പലോലിയം ബീച്ചിന്റെ തൊട്ടടുത്ത്. ഭയങ്കര റൈറ്റ് ആണ്. ഭയങ്കര റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല. അത്രയും നല്ല ഇത്. ഇവിടെ വലിയ പരിചയമൊന്നുമില്ല നമുക്ക്. അതിന്റെ പേരില് തപ്പി നടക്കേണ്ടി വന്നു. ഈ ബീച്ചില് വർഷങ്ങൾക്ക് മുമ്പ് വന്നതല്ലേ. റൂം നോക്കി ഒരു പരിവായി. എങ്ങനെയെങ്കിലും എന്തെങ്കിലും എല്ലാം നോക്കിയിട്ട് കുറഞ്ഞ മറ്റേ കൊള്ളത്ത റൂമുകളാ. പിന്നെ ഭയങ്കര റേറ്റ്. ഹട്ടൊക്കെ എടുക്കാൻ ചെന്നിട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ നമ്മള് കുറച്ചിങ്ങോട്ട് മാറി നല്ല റൂം കിട്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. AC ഒക്കെ ഉള്ളതാണ്. അപ്പം നമ്മള് 2 ദിവസം ഇവിടെ കാണും. അപ്പൊ ഇവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. എന്നിട്ട് ഇനിയിപ്പം നമ്മള് റൂമിലോട്ട് പോവാം കേട്ടോ. ഇത് പാടാണ്. തസ്മീന്റെ കാല് കമ്പി ഇട്ടേക്കുന്നോണ്ടേ പാടാണ്. ഈ ലഗേജ് കണ്ട ഞങ്ങളുടെ ലഗേജ് നോക്കിയേ. ആ കമ്പിയിട്ട കാലുമായിട്ടാണ് ഇത്രയും ലഗേജായിട്ട് ഞങ്ങൾ ജാക്കറ്റ് ഊരി എൻ്റെ അടുത്ത് വെച്ചത്. കുറച്ചു മുമ്പേ വെച്ചതാ. നമ്മള് ഇത്രയും ദൂരം ഓടി വന്നേക്കുന്ന കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വണ്ടിയാണ് നമ്മുടെ FC വൈറൽ താരം വിശകാണ് കേട്ടാ. 13 വർഷമായ വണ്ടി ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുക. ഇപ്പോഴും അതിന് നല്ല ചുള്ളം പോലെ ഇരിക്കുക. ചുള്ളം പോലെ അതെ കേട്ടോ. അങ്ങനെ ഈയിടെ ഇഞ്ചൻ പണിയൊക്കെ നടത്തിയിട്ടാണ് വന്നത് കേട്ടാ. 780. ബാക്കി ഇപ്പൊ 100 എനിക്ക് തോന്നുന്നു 10,000 കിലോമീറ്റർ നമ്മളിപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഈ വണ്ടിയിലെന്ന് തോന്നുന്നു ഏകദേശം. ഇനി ഇവിടെ കുറച്ച് സ്ഥലത്ത് കൂടെ പോകാനുണ്ട്. അപ്പൊ നല്ലൊരു ഇനി അങ്ങോട്ടും ഇല്ലേ. വൺ സൈഡ് മാത്രല്ലേ ഇത്രയും. ഇപ്പൊ ഇത്രയും ദൂരം 100 കിലോമീറ്റർ ഇപ്പറ ഇങ്ങോട്ട് വന്നേക്കാം. അപ്പൊ ഇതിൽ കുറച്ചിനി അങ്ങോട്ട് പോകുമ്പോ യാത്ര ചെയ്താൽ മതി. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആകെ ടെൻഷനാ. കാരണം ഹസ്ബൻഡിനും ഈ ലഗേജും വെച്ചിട്ടുണ്ട്. എനിക്കും വണ്ടിയിൽ നിന്ന് പുറകിൽ നിന്ന് ഇറങ്ങാനും കയറാനും പാടാണ്. റൂം നോക്കി ഇത്രയും 100 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പൊ ഒന്നുകൂടെ ടയർഡാണ്. അപ്പൊ നമുക്കിനി റൂമിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടാ. ഇനി നമുക്ക് പലോലിയം ബീച്ചിന്റെ തൊട്ടടുത്താണ്. പലോലിയം ബീച്ച് ഇപ്പൊ നമുക്ക് താമസിക്കാനൊന്നും പറ്റില്ല കേട്ടാ. ഇവിടെ താമസിച്ചിട്ട് നേരം തേക്കണ്ട. എല്ലാ ദിവസവും അങ്ങനെയൊക്കെ താമസിക്കുന്നത്. ഇതിലെ നേരെ ആ കാണുന്ന റോഡിൽ കൂടെ നേരെ 5 മിനിറ്റ് പോലും നടക്കണ്ട. അതാണ് പലോലിയം ബീച്ച്. നല്ല തിരക്കുണ്ട്. നമ്മളവിടെയൊക്കെ റൂം നോക്കി നടന്നപ്പോ കണ്ടു കേട്ടാ. ഭയങ്കര ആളാണ്. എന്തായാലും ആ ബീച്ചിലെ പലോലിയം ബീച്ചിലെ വിശേഷങ്ങളും കാഴ്ചകളും കാണിച്ചു തരാം. കുഴപ്പമില്ല. ലഗേജൊക്കെ ആയിട്ട് റൂമിലോട്ട് പോവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഈ റിസോർട്ടിന്റെ ഓണറാണോ സ്റ്റാഫാണോ എന്ന് അറിയത്തില്ല. ഹെൽപ്പ് ചെയ്യാനാ പറഞ്ഞത്. ആണോ? എംഡിയാണ് ഹെൽപ്പ് ചെയ്യുന്ന. കാറൊക്കെ കമ്പ്യൂട്ടറൊക്കെ വേണ്ട. ഹെൽമെറ്റ് വേണ്ടേ? വെളിച്ചെണ്ണ അങ്ങനെ തലവേദനയൊക്കെ എടുത്ത് എന്റെ അവസ്ഥ ഇത്. ഇത്ര ലൈറ്റേ ഉള്ളു അല്ലേ. നല്ല രസമുണ്ട്. തടിയാണല്ലേ. ഫുള്ള് തടിയാണ് കേട്ടോ. ഞാൻ ഇത്ര ഓർത്തില്ല. അസ്മീർ അടുത്ത് എങ്ങനെ കുഴപ്പമില്ല. അസ്മീർ എന്താണെങ്കിലും കുഴപ്പം. അത്രയ്ക്ക് നല്ലതാണെങ്കിലും കുഴപ്പമില്ലെന്നൊരു വാചകം മാത്രമേ പറയത്തുള്ളൂ. എന്റെ പൊന്നെ ഇത്രയും അലഞ്ഞിരിഞ്ഞ് എങ്ങനെ നടക്കേണ്ടി വന്നിട്ട് ഒരു ബീച്ചില്. അതിന് മാത്രം എന്തായാലും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര അലഞ്ഞു നടന്നാലും നമുക്ക് ലാസ്റ്റ് എവിടെയെങ്കിലും ഒരെണ്ണം വിരിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ അത്രയും ട്രൈ ചെയ്തതിന് നമുക്കുള്ള പ്രതിഫലം കിട്ടി. കാരണം തൊട്ടടുത്ത് ബീച്ച്. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. കാരണം ഒരു ബീച്ചിൽ പോയിട്ട് ഇത്ര ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല റൂമിന് വേണ്ടി. ഒന്നെങ്കിൽ വൃത്തി കാണത്തില്ല, അല്ലെങ്കിൽ റേറ്റ് കൂടുതൽ, അല്ലെങ്കിൽ റൂം കാണത്തില്ല. അങ്ങനെ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടി. ഇനി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പുറത്തു. നമ്മളിപ്പോ പലോലിയം ബീച്ചിലോട്ട് പോവുകയാണ്. അതിന്റെ സ്ട്രീറ്റ് ആണ്. ഇതില് നേരെ പോകുമ്പോ പലോലിയം ബീച്ച് എത്തും. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതണ്ട രാത്രി ആയാലും ഭയങ്കര തിരക്കാണ് ഇവിടെയൊക്കെ. നൈറ്റ് ലൈഫ് അടിപൊളിയാണ് കേട്ടാ. പകലത്തെ വേറെ വ്യൂ ആണ്, രാത്രിത്തെ വേറെ വ്യൂ ആണ്. കാണേണ്ട തന്നെയാണ്. കാണാലോ. നല്ല ബാഗൊക്കെ കിടക്കുന്നുണ്ടാ. ഹാൻഡ്മെയ്ഡാന്ന് തോന്നുന്നു. ഹാൻഡ്മെയ്ഡാ അത്. ഇപ്പൊ പഴയ പോലെ ഒന്നും കോഫി ഷോപ്പാണ് കേട്ടോ.
ഇതൊക്കെ കിട്ടുന്ന കോഫി ഷോപ്പാണ്. വെജ് പഫ്, ബബ്ലൂസേ, എഗ് പഫ്, എനിക്കൊരു ചായ കുടിക്കണം. മസാല മാഗി. ഇത് ചായയൊക്കെ ഉണ്ടോ ഇവിടെ? ഇനി കോൾഡ് കോഫി, ജ്യൂസ്, ലെമൺ ടീ, ഗ്രീൻ ലെമൺ ടീ, ബ്ലാക്ക് ലെമൺ ടീ. ബ്ലാക്ക് ലെമൺ ടീക്ക് 30 രൂപ. ആ സായിപ്പാ അതിന്റെ ഒപ്പം തന്നെ നിൽക്കുക. ചേട്ടാ എനിക്കൊരു ചായ തരും. ചേട്ടന്റെ കയ്യിരിക്കുന്ന ചായ ഒഴിച്ചെടുക്കാം. ചേട്ടാ ഇച്ചിരി ചായ താതെ, ചായ ഭ്രാന്തരം ഒടിക്കുന്നു. നിങ്ങളൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ നിന്നാലേ കാണുന്നത് കൊടുത്തേര് കേട്ടാ. I know that. വീഡിയോ യൂട്യൂബ് ചാനൽ ജോക്ക്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇത് കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. എനിക്ക് കലിയുള്ള ഏറ്റവും സാധനമാണ്. ആരും യൂസ് ചെയ്യരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എന്റെ ബബ്ലൂസ് ഇതിനോട് ഭയങ്കര എതിരാണ്. അത് കാരണം എപ്പോഴും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കശ്മീറിന് പിന്നെ ഇതൊക്കെ കഴിക്കുന്നൊരു ഇഷ്ടമാണല്ലേ അസ്മറ? അസ്മറ കഴിക്കത്തില്ലല്ലേ? ഞാൻ കഴിച്ചിട്ട് ഇപ്പൊ എത്ര വർഷം? വർഷങ്ങളായിട്ട് നടത്തി. താങ്ക് യു. താങ്ക് യു മൈ ഡിയർ. ഇങ്ങോട്ട് പോകുമ്പോൾ മൊത്തം ബോട്ടിങ്ങും ഇതുപോലെ എന്തൊക്കെയാ കുറേ ഇവിടെ പബ്ബൊന്നുമില്ല. ആക്ടിവിറ്റീസ് മറ്റേ ബോട്ടിങ്ങും അത് ഇതും അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെയാണ് കൂടുതൽ. ചില ബീച്ചിൽ മാത്രമേ അങ്ങനെ. എന്തൊക്കെ സാധനങ്ങളാണ് കിടക്കുന്നതെന്ന് നോക്കിയേ. നല്ല നല്ല ടോപ്പുകള്, ഷർട്ടുകള്. ബബ്ലൂസ് ഇത് നമ്മള് എവിടെ നോക്കിയാലും എല്ലാം ഒരേപോലെയാണ് തോന്നുന്നത്. അതെ, ഏത് ബീച്ചിൽ പോയില്ല അതിന്റെ സ്ട്രീറ്റ് എല്ലാം അല്ലെ, സ്ട്രീറ്റിലെ കാഴ്ചകളെല്ലാം ഒരേപോലെ. എനിക്ക് കൂടുതൽ ബാഗൊക്കെയാണ് ഇഷ്ടപ്പെട്ട. ബാഗ് ഇതേ ഉണ്ട്, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. കശ്മീർ വാങ്ങിപ്പിക്കത്തില്ലെന്നേ. വാങ്ങിപ്പിക്കാത്ത വേറൊന്നും അല്ല, ഇപ്പൊ തന്നെ നമ്മൾ ഓരോ കിലോ കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നമാണ്. വെയിറ്റ് കൂടും, വെയിറ്റ് കൂടുന്ന പറഞ്ഞ എല്ലാം കശ്മീർ ചുമക്കണ്ടേന്ന്. കശ്മീർ ചുമക്കണ്ടേന്ന്. ബബ്ലൂസ് കപ്പലുണ്ട്, എനിക്ക് ഇച്ചിരി കപ്പലിന് വേണ്ട വേണ്ട, കൊളസ്ട്രോൾ ആണ് കേട്ടാ. ഇച്ചിരി ബബ്ലൂസിന് അങ്ങനെ കപ്പലിന് വാങ്ങിക്കാൻ വേണ്ടി വിട്ട്. പക്ഷെ ബബ്ലൂസിന് ഇന്ത്യ അറിയത്തില്ല. ഗോവയിലെ കപ്പലണ്ടി കഴിക്കാൻ പോവാണ്. ഗോവയിലെ കപ്പലണ്ടി ഹൗ മച്ച്? 50 ഗ്രാമിന് 50 റുപ്പീസ്. വേണോ? 10 രൂപ. നമ്മളാ കേരളത്തില് 10 രൂപയ്ക്ക് 50 രൂപയ്ക്ക് വരത്തുള്ളത് കേട്ടാ. 20 രൂപ. എത്ര രൂപയ്ക്ക് കിടക്കും? 20 രൂപ. हाँ 20 भैया 20 रुपये। यार 20 का कितना आएगा? 50 ग्राम से थोड़ा दियो भाई चैनल पे। 50 ग्राम से भी नहीं है भाई। കൊടു 50 രൂപ കുറച്ച് കപ്പലണ്ടി തരത്തില്ല. 20 രൂപയ്ക്ക് വരാം. ഇത് ഒന്നാമത് കൊളസ്ട്രോൾ കൂടി. കപ്പലണ്ടിയൊക്കെ വല്ലപ്പോഴും കഴിക്കാം. मसाला पीनट है, वन टोटल मिक्सचर है। പണ്ടൊക്കെ 5 രൂപക്ക് കിട്ടും കേട്ടോ. അത് 50 രൂപ കൊടുത്ത് പറഞ്ഞ് ചിരി തന്നാ മതി എന്നും പറഞ്ഞാണ് ഈ വീടൊക്കെ തരുന്നത്. അങ്ങനെ തന്നു കേട്ടോ. ക്യാമറ കണ്ടിട്ടാന്ന് തോന്നുന്നു തന്നു. ലോബ്സ്റ്റർ ഇവിടെ ഇരിക്കുന്ന മോനെ ലോബ്സ്റ്റർ ആടാ കുട്ടാ. ഫിഷ് മറ്റേ ആവോലി ഞാൻ പറഞ്ഞില്ലേ, വലിയ ആവോലിയെ കണ്ടിട്ടില്ലെന്ന്. സാധാരണ ഗോവ വരുമ്പോ ഇത്രയും വലിപ്പമുള്ള ഈ ഇതിങ്ങനെ കറുത്ത ചെറിയ പാടുള്ളതുണ്ടല്ലോ, ഇച്ചിരി അത്യാവശ്യം അത് മാച്ചാനാ. ഇതാണ് ഇങ്ങനെ ഈ പാടില്ലേ, ഈ പാടുള്ളതാണ് അതിന്റെ കറുത്തത് മാച്ചാൻ. കേട്ടാ എന്ത് വലിപ്പം നോക്കിയോ ഇത്രയുള്ള കമ്മട്ടിയുണ്ട്. നമ്മൾ പറയുന്ന രീതിയിൽ ഇവര് നമ്മൾ റേറ്റ് പറഞ്ഞിട്ട് കുക്ക് ചെയ്ത് തരും. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഇവര് ചെയ്തു തരും കേട്ടാ. ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ചെയ്തു തരും കേട്ടോ. നല്ല സൂപ്പറായിട്ട് ചെയ്തു. വേണോ ഇത്?
വേണ്ട, നമുക്ക് പിന്നെ ബീച്ചിലൊക്കെ കറങ്ങി വന്നിട്ട് നമുക്ക് ഇരിക്കാം. കഴിക്കും. നോക്കാം. എനിക്കാണെങ്കിൽ നല്ല തൊണ്ടവേദന കേട്ടാ, ഭയങ്കര കുളിരും പനിയായിട്ടുണ്ട്, കുളിരും ഒട്ടും വയ്യ. ഇനിയിപ്പോ എന്താവും അറിയാതെ. ഇവിടെ ഉണ്ട് ഫിഷ് വെച്ചേക്കുന്നുണ്ടാ, എല്ലാ റെസ്റ്റോറൻറ്റും അതൊക്കെ ഇവിടെ ഉണ്ട്. വേറെ അടുത്തൊന്നും പോയിട്ട് നമ്മൾ അങ്ങനെ കണ്ടില്ലേ, ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ടില്ല അറമ്പോൾ ബീച്ചിലൊന്നും. സാധാരണ അറമ്പോൾ ബീച്ചിലൊക്കെ കാണുന്നത് ഇവിടെ ഉണ്ട്. മഡ്ക്രാബൊക്കെ, മഡ്ക്രാബ് ഉണ്ട്, ഫ്രഷ് മീനാ ഇവിടെ. നല്ല പച്ച മീനൊക്കെ കിട്ടും. കാരണം ഇവിടെ കടപ്പുറത്തല്ലേ, തൊട്ട് അടുത്ത് തന്നെ കടപ്പുറമാണ്. ഇതേ അവിടെ ഉണ്ട്. എല്ലാ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലും ഇങ്ങനെ നോക്കി നോക്കി നടക്കാം. ഇവിടെ എന്തൊക്കെ മീനാന്ന് നോക്കാം. ഇവിടെ റെഡ് സ്നാപ്പർ, അടിപൊളിയായിട്ട് ചെയ്ത് തരും കേട്ടോ. ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനെല്ലാം നല്ല ഫ്രഷ് ആയിരിക്കും. ചെമ്പല്ലി നല്ല മീനായിരിക്കും. മറ്റേ ഇതാന്ന് തോന്നല്ലോ നമ്മള് കായലിലെ മറ്റേ ക്വാളിറ്റി ഉണ്ടാവും. കായലിലെ മറ്റേ മീനിന്റെ പേരെന്തുവാ? കായലില്ല, ചെമ്പല്ലി അല്ല, ഇത് व्हाइट स्नैपर है। വൈറ്റ് സ്നാപ്പർ അല്ലേ? മറ്റേ റെഡ് സ്നാപ്പർ. ഇത് റെഡ് സ്നാപ്പർ. ഐ നോ ദാറ്റ്. റെഡ് സ്നാപ്പർ रेड, ये रेड है, व्हाइट है। അത് റെഡ്, ഇത് വൈറ്റ്. आओ ना। ആയക ഭയ്യ. അങ്ങനെ അവന്റെയും ആയക എന്ന് പറഞ്ഞ് എല്ലാവരോടും അങ്ങനെ വരെ ആയക ആയക പറയും. അതാണ് ഷൂസ് നോട്ടല്ലോ. അതിൻ്റെ അകത്ത് ഷൂസ് ഇട്ട് കയറല്ലോ ഒന്ന്. എന്തായാലും അടിപൊളി അല്ലേ, നാടൻ നമ്മുടെ നാട്ടിലെ ഉടുപ്പൊക്കെ കിടപ്പുണ്ട്. പണ്ടൊക്കെ വരുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഇത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സ്. നല്ല കപ്പലണ്ടി അല്ലല്ലോ കണ്ടിട്ട്, ഞാൻ കഴിച്ചൊന്നുമില്ല. ഗുണമാണ്. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലേ കൊളസ്ട്രോൾ ഹൈ ആവും കപ്പലണ്ടിയിൽ കേട്ടാ. പഴയ ഒരു ഇതെന്ന് പറഞ്ഞത് ഇതാണ് പപ്പൂസ. ഈ 2-3 തട്ടുകട അന്ന് കൊണ്ടിരുന്നു. അതെ, ഇല്ല ഞാൻ ഇങ്ങനെ ഓർമ്മയിലെടുക്കുക. പഴയ വർഷങ്ങൾക്ക് മുമ്പ് വന്നതല്ലേ, അപ്പൊ പഴയ ഓർമ്മകളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ മറന്നുപോയി കുറെയൊക്കെ. നമ്മൾ ഉച്ചക്ക് ഇതിലെ വന്നപ്പോ എന്ത് തിരക്കായിരുന്നല്ലേ. സീസൺ അല്ലാണ്ട് പോലെ മാങ്ങ ജ്യൂസ് ഒക്കെ ഉണ്ട് ഇവിടെ, ഷേക്കും ജ്യൂസും ഒക്കെ. പഴയ ബീച്ചിന്റെ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നവർക്കുണ്ടാവും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഫസ്റ്റില് 10-14 വർഷത്തിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോ ഇവിടെ നമ്മള് പിന്നെ ഒരു മലയാളിയായിട്ടൊക്കെ നമ്മളിവിടെ ഒന്ന് പരിചയപ്പെട്ടത്. ഇവിടുന്ന് നമ്മള് പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചത് അല്ലേ, തട്ടുകട. ഇതില് ഫുഡാണോ? അവിടെ ആയിരുന്നു വണ്ടിയുടെ ഫുഡാണ്. ആ വണ്ടിയിലെ ഫുഡാണ്. എന്തൊക്കെയുണ്ട് സ്ട്രീറ്റ് ഫുഡ്? ടെമ്പോ ഉണ്ട്, ഒരു തട്ടുകട. ടെമ്പോ അല്ലേ ഇത്? ഇവിടെ തന്നെ നമ്മുടെ മുമ്പ് വെച്ച് തന്നെ ചെറിയൊരു വണ്ടി വന്നിട്ട് വെച്ച് അവിടെ സൈഡിൽ ചെന്നാ കാണാം. നല്ല ഫുഡായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അടുത്ത ദിവസം നമ്മൾ പലോലിയം ബീച്ചിലെ നൈറ്റ് ലൈഫായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.